വയനാട് ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച പ്രിയങ്ക ഗാന്ധിക്ക് മറുപടിയുമായി തോമസ് ഐസക്. പുനരധിവാസത്തിന് കേരള സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു ആഖ്യാനം സൃഷ്ടിക്കുന്നതിന് ബി.ജെ.പിയും കോൺഗ്രസും ഒരുപോലെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രചരണം ഏറ്റുപിടിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി ചെയ്തതെന്നാണ് തോമസ് ഐസക് ഫേസ്ബുക്കിൽ കുറിച്ചത്. കുറിപ്പ് ഇങ്ങനെയാണ്: പ്രിയങ്ക ഗാന്ധി തന്റെ ആദ്യ വയനാട് സന്ദർശനം ഉപയോഗപ്പെടുത്തിയത് വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിൽ ഉപേക്ഷ കാണിക്കുന്ന കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും വിമർശിക്കുന്നതിനാണ്. ദുരന്ത നിവാരണത്തിൽ ഈ സർക്കാർ പുലർത്തുന്ന മികവ് ലോക പ്രശസ്തമാണ്. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടലുകൾ, നിപ, കോവിഡ് തുടങ്ങിയ സന്ദർഭങ്ങളിലെല്ലാം കേരള ജനത ഇത് തൊട്ടറിഞ്ഞിട്ടുള്ളതാണ്. എല്ലാവരെയും യോജിപ്പിച്ച് വലിയ തോതിൽ ജനങ്ങളെ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ അണിനിരത്തിയും സംസ്ഥാന ഉദ്യോഗസ്ഥരെയും സേനകളെയും ഉപയോഗപ്പെടുത്തിയും വയനാട് നടന്ന ദുരന്ത നിവാരണത്തെ സംബന്ധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ പോലും വിമർശനം ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ പ്രിയങ്ക ഗാന്ധി എന്താണ് ഉന്നം വെച്ചത്? പുനരധിവാസത്തിന് കേരള സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു ആഖ്യാനം സൃഷ്ടിക്കുന്നതിന് ബി.ജെ.പിയും കോൺഗ്രസും ഒരുപോലെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രചരണം ഏറ്റുപിടിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി ചെയ്തത്. കേരള സർക്കാർ സ്വീകരിച്ച പല നടപടികളും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. ഉദാഹരണത്തിന്, ടൗൺഷിപ്പ് പണിത് പുനരധിവസിപ്പിക്കുന്നതുവരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 800-ൽ പരം കുടുംബങ്ങൾക്ക് പ്രതിമാസം 6000 രൂപ വീതം വാടക നൽകുന്നതിനാണ് തീരുമാനം. ഇതിന് ഏതാണ്ട് 50 ലക്ഷം രൂപ വീതം പ്രതിമാസം ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ദുരന്തഭൂമിയിൽ താമസിച്ചിരുന്നവരുടെ ഉപജീവന മാർഗങ്ങൾ ഇല്ലാതായി. ഓരോ കുടുംബത്തിലും 2 പേർക്കു വീതം തൊഴിലുറപ്പ് കൂലി സർക്കാർ ഉപജീവന സഹായമായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും അറിയേണ്ടത് എത്ര രൂപ ചിലവാക്കിയെന്നാണ്. ആ കണക്ക് ഇങ്ങനെയാണ്: ക്യാമ്പുകളിലെ ഭക്ഷണത്തിനും വസ്ത്രങ്ങൾക്കും 1 കോടി രൂപ, മരണപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് നൽകിയ ധനസഹായം 6.4 കോടി രൂപ, മറ്റു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് 3 കോടി രൂപ. അങ്ങനെ സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് 9.5 കോടി രൂപ ചിലവായി. ഇതിനു പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 7.7 കോടി രൂപ കൂടി ചിലവഴിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം 17.2 കോടി രൂപ. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്കപ്പുറം SDRF-ൽ നിന്നും പണം ചിലവഴിക്കാൻ കഴിയില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഈ മാനദണ്ഡങ്ങൾക്കപ്പുറം നൽകിയിട്ടുള്ള സഹായങ്ങളെല്ലാം CMDRF-ൽ നിന്നാണ്. ജീവനോപാധി നഷ്ടപ്പെട്ടവർക്കുള്ള ധനസഹായവും, കിടപ്പ് രോഗികൾക്കുള്ള ധനസഹായവും, മരണപ്പെട്ടവർക്കുള്ള അധിക ധനസഹായവും, ആശുപത്രി ചികിത്സാ സഹായവും വാടകയും ഈ ഇനത്തിൽപ്പെടും. ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ട് 17 കോടി രൂപയെ ചിലവഴിച്ചിട്ടുള്ളോ എന്നായിരിക്കും അടുത്ത ചോദ്യം. വാടക, ഉപജീവന സഹായം തുടങ്ങിയവ അഡ്വാൻസായി നൽകാൻ കഴിയില്ലല്ലോ. പുനരധിവാസത്തിന്റെ ഭീമമായ ചിലവ് വരാൻ പോകുന്നേയുള്ളൂ. അത് എത്ര വരുമെന്നതിന്റെ ഒരു കണക്ക് ഉടൻ തന്നെ പുറത്തു വരും. ഇതുപ്രകാരം മൊത്തം പുനരധിവാസ ചിലവ് 2221 കോടി രൂപയാണ്. എന്തൊക്കെ ഇതിൽപ്പെടും? 10 സെന്റ് ഭൂമിയിൽ 2ാം നില, പിന്നീട് പണിയാൻ കരുത്തുള്ള തറയിൽ 1000 ചതുരശ്രയടി വിസ്തീർണമുള്ള വീട്, മൊത്തം 1000 വീടുകളുള്ള 2 ടൗൺഷിപ്പുകൾ. ഇതിന് 1113 കോടി രൂപയാണ് ചിലവ്. രാജ്യത്തെ ദുരന്ത നിവാരണ ചരിത്രത്തിൽ ഇതിന് സമാനമായ മറ്റൊരു പദ്ധതി വിമർശകർക്ക് ചൂണ്ടിക്കാണിക്കാനാകുമോ? റോഡുകൾക്കും പാലങ്ങൾക്കും 268 കോടി രൂപ, വിദ്യാഭ്യാസം, ആരോഗ്യം, അങ്കണവാടി, മറ്റു പൊതു സൗകര്യങ്ങൾ 83 കോടി രൂപ, കുടിവെള്ളം, ജലസേചനം 75 കോടി രൂപ, കൃഷി മൃഗസംരക്ഷണം 150 കോടി രൂപ, ടൂറിസം 25 കോടി രൂപ, ചെറുകിട വ്യവസായം 65 കോടി രൂപ, ഡിസാസ്റ്റർ റിസ്ക് ഡിഡക്ഷൻ 222 കോടി രൂപ, മറ്റുള്ളവ 220 കോടി രൂപ. ഇനി ഇവയൊക്കെ നടപ്പാക്കാൻ എന്താണ് താമസം എന്നാകും അടുത്ത ചോദ്യം. താമസം അനിവാര്യമാണ്. ഉദാഹരണത്തിന് ടൗൺഷിപ്പ് തന്നെ എടുക്കാം. സമീപത്തുള്ള 2 എസ്റ്റേറ്റുകളുടെ ഭൂമിയാണ് ഇതിനായി കണ്ടിട്ടുള്ളത്. ഇത് സർക്കാർ പാട്ടഭൂമിയല്ല, തങ്ങളുടെ സ്വകാര്യ ഭൂമിയാണെന്നാണ് എസ്റ്റേറ്റ് ഉടമകളുടെ വാദം. ഹൈക്കോടതിയിൽ കേസാണിത്. അതിന്റെ വിധിക്ക് മുൻപ് ഭൂമി ഏറ്റെടുക്കാനാകുമോ? ഇവർക്കുള്ള വില നൽകി ഭൂമി എടുത്താൽ പിന്നെ അടുത്ത പുകില് സർക്കാർ ഭൂമിക്ക് കാശ് നൽകി എന്നാകും. എങ്കിൽ പ്രതിപക്ഷം എളുപ്പമാർഗം പറഞ്ഞുതാ. ഇതുപോലെ ദുരന്ത സാധ്യതയുള്ള ഭൂമികളിൽ താമസിക്കുന്നവരെ പുനരധിവസിപ്പിക്കണം. കേരളത്തിൽ മൊത്തം 10,000-ഓളം കുടുംബങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. തീരപ്രദേശത്തെ പുനർഗേഹം പദ്ധതി പോലെ 10 ലക്ഷം രൂപയാണ് നൽകുക. 2000-ൽ പരം കുടുംബങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്.
ബാക്കിയുള്ളവർക്ക് കാത്തു നിൽക്കുകയേ നിർവാഹമുള്ളൂ. സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ചെയ്യുന്നുണ്ട്. വിമർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അവയുമാകാം. പക്ഷേ ഒന്നും ചെയ്യുന്നില്ല എന്ന വാദങ്ങൾ കേന്ദ്ര സർക്കാരിനെ വെള്ളപൂശാനുള്ള പുറപ്പാടുകളാണെന്ന് പ്രിയങ്കയ്ക്ക് മറുപടിയായി ഫേസ്ബുക്കിൽ കുറിച്ചു അദ്ദേഹം.